ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു കരിക്ക് ഷേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിലേക്ക് 4 കരിക്കാണ് എടുത്തത്. അത് എന്നിട്ട് നല്ല ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം നമുക്കൊരു ജാറിലോട്ട് ഒഴിക്കാം. ഓരോന്നോരോന്നായിട്ട് നല്ല മധുരമുള്ള കരിക്കായിരുന്നു. ഞാൻ രണ്ടാമത്തതും അതുപോലെ ഒഴിക്കാം. ഇതുകൂടാതെ കരിക്ക് വെച്ചിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പായസം, ഐസ്ക്രീം, പുഡിങ് അങ്ങനെയുള്ള ഡിഷസൊക്കെ. ഇനി നമുക്കത് മൂന്നാമത്തത് ഇതുപോലെ നമുക്കതിൽ പൊട്ടിച്ച് ഒഴിക്കാം. എന്നിട്ട് ലാസ്റ്റിലുള്ളതും ഇനി കരിക്ക് വെള്ളം ഒന്ന് അരിച്ചെടുക്കണം. എന്നാലേ അതിൽ നാര് അങ്ങനത്തെ ഇതെല്ലാം പോകാനാണ്. അതല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോൾ അത് അറിയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ ആ കരിക്കെല്ലാം ഇതേ രീതിയിൽ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. നമുക്കിനി അതിൻ്റെ ഫ്ലഷ് എല്ലാം ഒരു ബൗളിലോട്ട് ഇടാം. ഇത് ഇളത് കരിക്കാണ്. ഇത് കട്ടി കൂടിയ കരിക്ക് നല്ലതല്ല. ഇതുപോലെ കുറച്ച് ഇളത് എടുക്കുന്നതാണ് നല്ലത്. ഓരോന്നായിട്ട് അതിലോട്ട് ഇട്ടതിന് ശേഷം നമുക്ക് അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ അതിൽ നിന്ന് എടുത്തു. നമ്മൾ ഈ ഷേക്ക് തയ്യാറാക്കിയതിന് ശേഷം അതിൽ ചേർക്കാനാണ് ഈ കട്ട് ചെയ്തെടുത്ത കരിക്ക്. ഇത് ചേർത്ത് കഴിയുമ്പോൾ അത് കഴിക്കുമ്പോൾ നല്ല സ്വാദാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. ഇനി അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ കാഷ്നട്ട് ബട്ടറിൽ വറുത്തെടുത്തതാണ്. അതിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുക്കണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ടൊരു 5-6 ഐസ് ക്യൂബ്സും ആദ്യം മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അതിലോട്ട് നമ്മൾ എടുത്തു വെച്ച ഫ്ലഷൊക്കെ ചേർക്കണം. ഇപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ അതിൽ ചേർത്തു. നമുക്കിനി അത് നല്ലപോലെ അരച്ചെടുക്കാം. ഇത് 2 രീതിയിൽ അരച്ചെടുക്കാവുന്നതാണ്. ഹാഫ് പോർഷൻ ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് കരിക്ക് വെള്ളം ഒഴിച്ച് അങ്ങനെയും അരച്ചെടുത്താലും മതി. അല്ലെങ്കിൽ ഇതേ രീതിയിൽ എല്ലാം മൊത്തത്തിലിട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കരിക്കിൻ്റെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർക്കാവുന്നതാണ്. നമ്മൾ എടുത്തു വെച്ച കരിക്ക് വെള്ളം അതിലോട്ട് ഒഴിക്കണം. ഈ കരിക്ക് ഷേക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്ത് നല്ല വൈറ്റ് കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. ഏകദേശം 2 ഗ്ലാസ്സിൽ കൂടുതലുണ്ടായിരുന്നു. 1/4 കപ്പ് എക്സ്ട്രാ ഇവിടെ ഉണ്ട്. ഇനി നമുക്ക് അതിലോട്ട് അരിഞ്ഞു വെച്ച കരിക്ക് ചേർക്കാം കുറച്ച് ക്വാണ്ടിറ്റിയിൽ. അത് കഴിഞ്ഞിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത കാഷ്നട്ടും അത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല സ്വാദാണ് കാഷ്നട്ടിൻ്റെയൊക്കെ. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് റിപ്ലൈ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത് നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.